الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم إن الله عنده علم الساعة وينزل الغيث ويعلم ما في الأرحام وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت إن الله عليم خبير. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ സന്ദർഭങ്ങളിലും കാത്തു സൂക്ഷിച്ച് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ നീക്കുപോക്കുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല സസൂക്ഷ്മം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ ജീവിതത്തെ സംശുദ്ധമാക്കാൻ സദാ പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയോടുകൂടെ ജീവിക്കാനും ആ തഖ്വയോടുകൂടെ തന്നെ ഈ ലോകത്തു നിന്ന് യാത്ര പറയാനും അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഡിസംബർ മാസത്തിൻ്റെ അവസാന ഭാഗത്തിലാണ് നമ്മളുള്ളത്. 2024 നമ്മോട് യാത്ര പറയാനൊരുങ്ങുകയാണ്. 2025 ഒരു പുതുവർഷത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ലോകമൊട്ടാകെ നിൽക്കുന്നത്. ഒരു ഹാപ്പി ന്യൂ ഇയർ എന്ന ഒരു ആശംസകൾക്കപ്പുറത്തേക്ക് ഏതൊക്കെ രൂപത്തിലാണ് 2025 വരവേൽക്കേണ്ടത്, എന്തെല്ലാം പ്രോഗ്രാമുകളാണ് നമ്മൾ സംഘടിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് അതിനെ ആഘോഷിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കൂലങ്കഷമായി
ചർച്ച ചെയ്യുകയും ചിന്തിക്കുകയും ഒക്കെയാണ് നമ്മുടെ നാടും നാട്ടുകാരുമൊക്കെ. അതിൻ്റെ രാവാകുന്നതോടുകൂടെ, സൂര്യാസ്തമയത്തോടുകൂടെ ആരംഭിക്കുന്ന പല പരിപാടികളും അത് അവസാനിക്കുന്നത് ജനുവരി 1 പ്രഭാതത്തോടുകൂടെയാണ്. ഏതെല്ലാം തരത്തിലുള്ള ആഘോഷങ്ങളാണ് നടക്കപ്പെടുന്നത് എന്ന് മുൻ വർഷങ്ങളിലൊക്കെ നമ്മൾ പലപ്പോഴും പലതും കണ്ടിട്ടുണ്ട്. പക്ഷേ അത്തരം ആഘോഷങ്ങൾക്കൊക്കെ ഓരോ വർഷങ്ങൾ കഴിയും തോറും അതിൻ്റെ മാറ്റ് കൂടുകയാണ്. മുമ്പെങ്ങുമില്ലാത്ത രൂപത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, അതിശക്തമായി ലഹരിയുടെ ഒഴുക്ക് നടക്കുന്നത് ഈ ന്യൂ ഇയർ ആഘോഷത്തിലാണ് എന്ന് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കണക്കുകൾ പോലും നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ ആ ആഘോഷത്തിൻ്റെ പരിമിതികളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് ഏത് രൂപത്തിലും എങ്ങനെയും അത് ആഘോഷിക്കണം എന്ന ഒരു കോൺസെപ്റ്റിലേക്ക് ജനങ്ങൾ കടന്നു വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇത്തരം ഒരു ആഘോഷം ഒരു വിശ്വാസിയുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ എങ്ങനെയാണ് വിശ്വാസി അതിനെ നോക്കിക്കാണേണ്ടത്? എങ്ങനെയാണ് ഒരു പുതുവർഷ പുലരിയെ, അതല്ലെങ്കിൽ ഒരു പുതുവർഷത്തെ വിശ്വാസി നോക്കിക്കാണേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടത്. പുതുവർഷത്തിന് എന്തെങ്കിലും പ്രത്യേകതയുള്ളതായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. മാത്രമല്ല, ഒരു പുതുവർഷം കടന്നു വരുമ്പോൾ വിശ്വാസിയുടെ മനസ്സിനകത്തുണ്ടാവേണ്ട ചില ചിന്തകൾ, ബുദ്ധിപരമായ ചിന്ത, എൻ്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയ രാവുകളും പകലുകളും, വെളിച്ചമുള്ള പകലുകൾ, ഇരുട്ടുള്ള രാത്രികൾ, ഇതെന്നിൽ നിന്ന് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഈ ലോകത്ത് എനിക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു ആയുസ് നിശ്ചയിച്ചിട്ടുണ്ട്. അറിയില്ല അത് 40-ലാണോ 50-ലാണോ 60-ലാണോ 80-ലാണോ എവിടെ വെച്ചാണ് അവസാനിക്കുക എനിക്കറിയില്ല. പക്ഷേ അത് എത്രയായാലും അതിനകത്തു നിന്ന് 2024 എന്നുള്ള വർഷം എന്നോട് യാത്ര പറയുകയും 2025 ഞാൻ പ്രവേശിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ ജീവിതത്തിൽ എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വയസ്സ് എത്രയാണോ അതിൽ ഒരു വർഷം കൂടെ എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എനിക്കെന്തെങ്കിലും ലഭിച്ചിരിക്കുന്നു എന്നുള്ളതല്ല, എനിക്കൊരു വർഷം കൂടെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതാണ് സത്യത്തിൽ ഒരു വിശ്വാസി ഒരു പുതുവർഷം കടന്നു വരുമ്പോൾ ആലോചിക്കേണ്ടത് എന്നാണ്. വിശ്വാസിയുടെ മനസ്സിലുണ്ടാകേണ്ട ചില ചിന്തകൾ അങ്ങനെയാണ്. ഞാൻ മരണത്തോട് ഒന്നുകൂടെ അടുക്കുകയാണ്. മരണമാണ് എൻ്റെ സമീപത്തേക്ക് വരുന്നത്. ഒരു വർഷം വരുന്നു എന്ന് പറഞ്ഞാൽ മരണം എൻ്റെ സമീപത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇത് ആലോചിക്കുകയും ഇത് ചിന്തിക്കുകയും ഇത് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യന് എങ്ങനെയാണ് അതിൻ്റെ രാവുകൾ ഇത്തരത്തിലുള്ള ഹറാമായ രൂപത്തിലുള്ള ആഘോഷങ്ങളിലും ഇത്തരത്തിലുള്ള പാട്ടുകളിലും കൂത്തുകളിലുമായിക്കൊണ്ട് ആ ദിവസത്തെ തീർക്കാൻ, അതിൻ്റെ രാവിനെ ആഘോഷപൂർണമാക്കാൻ ഒരു ബുദ്ധിയുള്ള, ചിന്തിക്കുന്ന, ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് ചിന്തിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞത് അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. നമുക്ക് ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് സുഖങ്ങളുണ്ട്, ആസ്വാദനങ്ങളുണ്ട്, സന്തോഷങ്ങളുണ്ട്, സൗഖ്യങ്ങളുണ്ട്. എന്നാൽ ഇതൊക്കെ അറ്റുപോകുന്ന ഒരു ദിവസമുണ്ട്. ഏതാണ് ആ ദിവസം? അത് മരണത്തിൻ്റെ ദിവസമാണ്. എന്നാണെന്ന് നമുക്കറിയാത്ത ആ മരണം, അത് നമ്മോട് അടുത്തു വരികയാണ്. അതിനെക്കുറിച്ചുള്ള അമിതമായ ചിന്ത, അധികമായ ചിന്ത ഓരോ മനുഷ്യനിലും ഉണ്ടാവണം എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം പലരും ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാതെ എങ്ങനെയുണ്ട് ആഘോഷിക്കാൻ,
ഏതെല്ലാം രൂപത്തിലാണ് ആഘോഷിക്കേണ്ടത്, ഏതെല്ലാം ലഹരി പദാർത്ഥങ്ങളാണ് ഉപയോഗിക്കേണ്ടത്, എവിടെയാണ് നമ്മുടെ ആഘോഷം സെറ്റ് ചെയ്യേണ്ടത്, എത്ര സമയമാണ്, എന്തൊക്കെ പ്രോഗ്രാമുകളാണ് സംഘടിപ്പിക്കേണ്ടത്, ഇത്തരം ചിന്തകൾ ചിന്തിക്കുന്നത് ഈ യാഥാർത്ഥ്യത്തെ മറക്കുന്ന മനുഷ്യർക്ക് അതിന് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കാണാൻ വന്ന മഹാനായ ഉബൈദുല്ലാഹി ബിൻ ജർഹമി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് മുആവിയ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അബ്ദുള്ള, താങ്കളുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത, താങ്കളുടെ ജീവിതത്തിൽ എന്നും ഓർമ്മയിൽ നിൽക്കുന്ന എന്തെങ്കിലും സംഭവമുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് എന്നോട് പങ്കുവെക്കുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. അബ്ദുള്ള റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ നാട്ടിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നു. എനിക്ക് അദ്ദേഹത്തെ പരിചയമില്ല. പക്ഷേ വന്ന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം മരണപ്പെട്ടു. ഞങ്ങൾ അദ്ദേഹത്തെ കുളിപ്പിച്ചു, കഫൻ ചെയ്തു, അദ്ദേഹത്തെ കബറടക്കി. ആ കബറടക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് വല്ലാത്തൊരു സങ്കടം, എന്താണെന്നറിയില്ല, എനിക്ക് കരച്ചിൽ വന്നു. ഞാൻ കരഞ്ഞു. അദ്ദേഹത്തിന്റെ കുടുംബക്കാരില്ല, അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരാരുമില്ല, ഞങ്ങളൊക്കെ അദ്ദേഹത്തിന് അപരിചിതരാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മരണാനന്തര കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നത് ഞങ്ങളാണ്. ഇതിങ്ങനെ ആലോചിച്ച് എനിക്ക് കരച്ചിൽ വന്നു. ഞാൻ അപ്പോൾ ഒരു കവിത പാടി. അദ്ദേഹം പാടിയ കവിത, അദ്ദേഹം പാടിയ കവിത, അപരിചിതരായ ആളുകൾ ഈ മരണപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി കരയാണ്, സങ്കടപ്പെടുകയാണ്, അവർക്ക് വിഷമുണ്ട്. എന്നാലോ ഇദ്ദേഹത്തിന്റെ കുടുംബമല്ല കരയുന്നത്, അദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ ഈ വിയോഗത്തിന്റെ വാർത്ത അറിയാത്ത അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾ സന്തോഷിക്കുന്നുണ്ടാകും. അവര് കളിക്കുന്നും ചിരിക്കുന്നും തമാശ പറഞ്ഞെന്നും അവർ അത്തരത്തിലുള്ള ആസ്വാദനത്തോടെ സുഖത്തോടു കൂടെ ജീവിക്കുകയായിരിക്കും. അവരിതൊന്നും അറിയുന്നില്ല എന്നുള്ളൊരു കവിതാ ശകലം ഞാൻ അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ ഖബറിന്റെ സമീപത്ത് വെച്ച് ഞാൻ പാടിയപ്പോ എൻ്റെ കൂട്ടുകാരൻ അത് കേട്ടു. എന്നോട് ചോദിച്ചു, ഇത് ആര് എഴുതിയ കവിത എന്നറിയോ? ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്കറിയില്ല. ഈ മരണപ്പെട്ട വ്യക്തി എഴുതിയ കവിതയാണിത് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഇത്തരം മനുഷ്യന്റെ അവസ്ഥ ഇതാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ. അദ്ദേഹം ഈ അർത്ഥവത്തായ ഒരു കവിത എഴുതി. പക്ഷേ അദ്ദേഹത്തിന്റെ ഖബറിന്റെ അടുത്ത് വെച്ചിട്ടാണ് മഹാനായ ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? അബ്ദുല്ലാഹിബ്നു ജർഹമി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇത് പാടുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? നമുക്ക് എവിടെ വെച്ചിട്ടാണ് വിശുദ്ധ ഖുർആൻ ഞാൻ ആമുഖമായി ഓതി വെച്ച സൂറത്ത് ലുഖ്മാനിന്റെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ? അതിന്റെ അവസാനത്ത് പറഞ്ഞു എന്താ? വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്. ഇന്ന് നമ്മളൊക്കെ ജീവിക്കുന്ന നമ്മുടെ കുടുംബത്തോടൊപ്പമാണ്. നമ്മുടെ കുട്ടികളുണ്ട്, നമ്മുടെ കുടുംബമുണ്ട്. പക്ഷേ മരിക്കുന്ന സന്ദർഭം അത് നമ്മൾ എവിടെയായിരിക്കും, നാളെ എന്ത് സമ്പാദിക്കുമെന്നോ. വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്. നാളെ എവിടെ വെച്ച് മരണപ്പെടുമെന്നോ ഒരാൾക്കും അറിയാത്ത സംഗതിയാണ്, അല്ലേ? വിദേശത്ത് വെച്ച് മരണപ്പെട്ട സംഭവങ്ങൾ നമ്മൾ കേട്ടതാണ്. നാട്ടിൽ വെച്ചിട്ടും അതുപോലെ തന്നെ റോട്ടിൽ വെച്ചിട്ടും ഫ്ലൈറ്റിൽ വെച്ചിട്ടും കപ്പലിൽ വെച്ചിട്ടും വാഹനാപകടത്തിലും അങ്ങനെ എവിടെയൊക്കെയോ വെച്ച് മരണപ്പെട്ട സന്ദർഭങ്ങൾ. അന്ന് നമുക്ക് നമ്മളെ വാരിയെടുത്ത് കൊണ്ടുപോകാൻ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ, നമുക്ക് വേണ്ടി വെപ്രാളപ്പെടാൻ, നമുക്ക് വേണ്ടി ഓടി നടക്കാൻ നമ്മുടെ മക്കളുണ്ടാവില്ല, നമ്മുടെ കുടുംബം ഉണ്ടാവില്ല, ആരൊക്കെയോ ആയിരിക്കും, നമുക്കറിയില്ല. അത് ഈ ഒരു ബോധം ഓരോ മനുഷ്യന്റെയും മനസ്സിനകത്ത് നട്ടുപിടിപ്പിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ നടക്കേണ്ടത് എന്നാണ്. മരിക്കുമെന്നുള്ളൊരു ചിന്ത ഓരോ മനുഷ്യർക്കും ഉണ്ടാവണം എന്നുള്ളതാണ്. നമ്മുടെ ആയുസ് എത്രയാണ് എന്ന് നമുക്കറിയില്ല. പക്ഷെ അത് ആയുസ് ഏത് സമയത്തും നമുക്കറിയാത്തത് കൊണ്ട് തന്നെ അള്ളാഹുവിന്റെ മലക്കുൽ മൗത്ത് നമ്മുടെ സമീപത്തേക്ക് വരികയും അള്ളാഹുവിന്റെ അവധി എത്തിയാൽ നമ്മെ കൊണ്ടുപോവുകയും ചെയ്യുമെന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവണം. ഈ ഒരു ബോധമാണ് ഒരു പുതുവർഷം കടന്നു വരുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവുക. എനിക്ക് എങ്ങനെയാ സന്തോഷിക്കാൻ കഴിയുക? എനിക്കെങ്ങനെയാണ് ആഘോഷിക്കാൻ കഴിയുക? ഈ 2024 യാത്ര പറയുകയും
2025 കടന്നു വരികയും ചെയ്യുമ്പോൾ എന്തർത്ഥത്തിലാണ് എനിക്ക് സന്തോഷിക്കാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് വകയാണുള്ളത്? ഇതാണ് ആലോചിക്കേണ്ടത്. സഹോദരങ്ങളെ, മരണം 2024 എത്ര ആളുകൾ നമ്മോട് യാത്ര പറഞ്ഞിട്ടുണ്ട്? ഈ 2024 കടന്നു വരുമ്പോ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവർ, നമ്മുടെ അയൽവക്കത്തുള്ളവർ, നമ്മുടെ കൂട്ടുകാർ, സഹോദരങ്ങൾ, അവരുടെ പ്രായം പ്രശ്നമായിട്ടില്ല റബ്ബിന്. അവർ രോഗാതുരരായിക്കൊണ്ട് പ്രയാസപ്പെട്ട് അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടന്ന ആളുകളല്ല. നമ്മോടൊപ്പം കളിച്ചു നടന്നവർ, സന്തോഷിച്ചവർ, ആരോഗ്യമുള്ളവർ, യുവത്വത്തിന്റെ ആ ഒരു ചുറുചുറുക്കിൽ ജീവിച്ചവർ. 2025 നമ്മിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ അവരിൽ പലരും നമ്മോട് യാത്ര പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാരും പ്രതീക്ഷിച്ചിട്ടില്ല ഈ 2024 മരിക്കുമെന്നും. അവരതിന് തയ്യാറെടുത്തവരൊന്നും ആയിരുന്നില്ല പലരും. ഈ ഒരു ചിന്തയാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. ആ ഒരു അവസ്ഥയ്ക്ക് വേണ്ടി, ആ ഒരു മരണത്തിന് വേണ്ടി തയ്യാറെടുപ്പാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സദാസമയത്തും ഉണ്ടാവേണ്ടത് എന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എല്ലാവരും മരണപ്പെടും. ആ മരണത്തിന് ശേഷം നമുക്ക് വിജയിക്കണം. ഇതാ വിശ്വാസിയുടെ ജീവിതം അങ്ങനെയാണ്. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈ ജീവിതം തന്നെയാണ് എല്ലാം എന്നുള്ള രൂപത്തിലാണ് പലപ്പോഴും നമ്മളൊക്കെ ജീവിക്കുക. ഇവിടുത്തെ സമ്പാദ്യമാണ്, ഇവിടുത്തെ സുഖസൗകര്യങ്ങളാണ്, ഇവിടുത്തെ വാഹനമാണ്, ഇവിടുത്തെ വീടാണ്. ഇതാണ് വിജയം എന്നുള്ള രൂപത്തിൽ പരലോകത്തെ വിസ്മരിച്ചുകൊണ്ട് പലപ്പോഴും നമ്മളൊക്കെ ജീവിച്ചു പോകുന്നുണ്ടോ എന്നത് ചിന്തിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത്, ലൗ കാനത്തി ദുനിയ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഊദത്തിൻ മാ സഖാ കാഫിറൻ മിൻഹാ ശുർബത മാഇൻ. ഈ ഭൂമിക്ക്, ഈ ഐഹിക ലോക ജീവിതത്തിന് ഒരു കൊതുകിന്റെ ചിറകിന്റെ വിലയെങ്ങാനും അള്ളാഹു നൽകിയിരുന്നെങ്കിൽ, അള്ളാഹുവിനെ അവിശ്വസിച്ച് ധിക്കാരിയായി, അക്രമകാരികളായി, തോന്നിവാസികളായി നടക്കുന്ന എത്രയെത്ര മനുഷ്യന്മാരുണ്ട്, അവരൊന്നും ഒരിറക്ക് വെള്ളം ഈ ദുനിയാവിൽ നിന്ന് കുടിക്കില്ലായിരുന്നു. അള്ളാഹ് അവർക്കൊക്കെ വെള്ളം കൊടുക്കുന്നുണ്ട്, അവർക്കൊക്കെ വീട് നൽകുന്നുണ്ട്. അള്ളാഹു ഇല്ല എന്ന് പറഞ്ഞ നാവ് കൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാനും സംസാരിക്കാനുമുള്ള കഴിവ് അള്ളാഹ് നൽകുന്നുണ്ട്. അള്ളാഹുവിന്റെ വെള്ളം കുടിച്ച്, അള്ളാഹുവിന്റെ വായു ശ്വസിച്ച് അള്ളയില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന മനുഷ്യരും ഇവിടെ സുഖത്തിലും സന്തോഷത്തിലും കുടുംബത്തോടൊപ്പം ഈ ഐഹിക ലോകത്ത് ജീവിക്കുന്നത് എന്തുകൊണ്ടാ? റസൂലുള്ളാഹി പറഞ്ഞു, ദുനിയാവിന് ഒരു വിലയും അള്ളാഹ് കൽപ്പിച്ചിട്ടില്ല. ഒരു വിലയും അല്ല. ഈ ദുനിയാവിനെ പ്രേമിച്ച്, ഈ ദുനിയാവിന്റെ പിറകെ ഓടി പരലോകത്തെ നഷ്ടപ്പെടുത്തുന്നവർ ബുദ്ധിമാന്മാരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഉണ്ടാവണമെന്നാണ് വിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ തോള് അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമൻകിബി, എൻ്റെ തോളിൽ ഇങ്ങനെ കൈവച്ചിട്ട് എന്നോട് പറഞ്ഞു, കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. എന്നിട്ട് നീ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, ഈ ദുനിയാവിൽ നീ ജീവിക്കുമ്പോൾ ഒരു യാത്രക്കാരനെ പോലെയാണ് നീ ജീവിക്കേണ്ടത്. എവിടെയോ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്, ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ആ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇറങ്ങുന്ന മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? അവിടെ തന്നെ കൂടുവോ? ഇല്ല, അയാൾക്ക് പെട്ടെന്ന് യാത്ര പോകണം. അവിടേക്ക് വേണ്ട തയ്യാറെടുപ്പുകളാണ് ആ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു തയ്യാറെടുപ്പാവണം. ഇദാ അംസൈത ഫലാ തൻതദിരി സ്വബാഹ്. നീ വൈകുന്നേരമായാൽ, സന്ധ്യയായി കഴിഞ്ഞാൽ പിറ്റേന്നത്തെ പ്രഭാതത്തെ നീ പ്രതീക്ഷിക്കണ്ട. അതൊരു പക്ഷേ ഇല്ലേ, എത്ര ആളുകളാണ് നമ്മോട് യാത്ര പറഞ്ഞിട്ടുള്ളത്. രാത്രി കിടന്നതാണ്, രാവിലെ സുബഹിക്ക് എഴുന്നേൽക്കുന്നതാണ്, പള്ളിയിൽ വരാത്തത് പോകാത്തത് കണ്ട് ഭാര്യയും മക്കളും വിളിച്ചപ്പോ ശരീരം ഒന്നാകെ, തണുത്ത ശരീരം ഒന്നാകെ കുലുങ്ങിയ എത്ര സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇദാ അംസൈത് ഫലാ തൻതദിരി സ്വബാ. പ്രഭാതത്തെ നീ പ്രതീക്ഷിക്കരുത്. ഇനി ഫഇദാ അസ്ബഹത
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ പ്രഭാതത്തിലെത്തിയാൽ ഫലാ തൻതദിരിൽ മസാ, വൈകുന്നേരം വരെ നീ ജീവിച്ചിരിക്കുമെന്നുള്ള പ്രതീക്ഷയും നിനക്ക് ആവശ്യമില്ല. വഖുദ് മിൻ സിഹ്ഹതിക ലിമറദിക വമിൻ ഹയാതിക ലിമൗതിക, ബുദ്ധിയോടെ വിവേകത്തോടുകൂടെ നിന്റെ ഈ ജീവിതം നീ ഉപയോഗപ്പെടുത്തണം. ആരോഗ്യമുള്ള സമയം അള്ളാഹുവിന് വേണ്ടിയിട്ട് നീ ഉപയോഗപ്പെടുത്തണം. നിന്റെ സമയം, ഈ ജീവിച്ചിരിക്കുന്ന സമയം മരണത്തിന് മുമ്പേ നീ ഉപയോഗപ്പെടുത്തണം. ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തണം. എങ്ങനെ ന്യൂ ഇയറിന്റെ രാത്രി കളറാക്കാം എന്നുള്ളതല്ല, ആർക്കും അറിയാൻ കഴിയാത്ത ലഹരി പദാർത്ഥങ്ങൾ ഇന്ന് ലഭ്യമാണല്ലോ. അതിലേതാണ് ഞാൻ ഉപയോഗിക്കേണ്ടത് എന്നല്ല, അതിനെക്കുറിച്ചല്ല വിശ്വാസി ആലോചിക്കേണ്ടത്, വിശ്വാസി ചിന്തിക്കേണ്ടത്. അതൊരു പക്ഷേ അതിന്റെ സ്മെല്ലടിച്ചിട്ടില്ല എന്ന് വന്നേക്കാം. അത് പിറ്റേന്ന് രാവിലെ വന്നാലും എന്റെ മാതാപിതാക്കൾക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്ന് വന്നേക്കാം. അതൊരു പക്ഷേ എന്റെ നാട്ടിലുള്ള ആളുകൾക്കൊന്നും മനസ്സിലായിട്ടില്ല എന്നും വന്നേക്കാം. പക്ഷേ അതൊക്കെ കാണുന്ന ഒരു റബ്ബുണ്ട്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, സസൂക്ഷ്മമായിക്കൊണ്ട് ആ റബ്ബ് നമ്മെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. വമാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബും അതീദും സൂക്ഷ്മ നിരീക്ഷകരായ മാലാഖമാർ രേഖപ്പെടുത്താത്ത, അവരുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു പ്രവർത്തനങ്ങളും നമുക്ക് പ്രവർത്തിക്കാൻ സാധ്യമല്ല. അവരൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ പരസ്യമാകുന്ന ഒരു ലോകം വരാനുണ്ട്. ഈ ചിന്തയാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവേണ്ടത്. സുഹൃത്ത് വലയങ്ങളിൽപ്പെട്ട് അത്തരത്തിലുള്ള അധർമ്മങ്ങൾക്ക് വേണ്ടി കോപ്പുകൂട്ടുന്നവർ, അതിനുവേണ്ടി പ്ലാനുകൾ തയ്യാറാക്കുന്നവർ, അതിന്റെ സ്ഥലങ്ങൾ നിശ്ചയിക്കുന്നവർ, അതിന്റെ പ്രോഗ്രാമുകൾ ഡിസൈൻ ചെയ്യുന്നവർ ചിന്തിക്കണം, എന്തിനു വേണ്ടിയിട്ടാണ്, ഏത് രൂപത്തിലുള്ള ആഘോഷങ്ങളാണ്, എന്തെല്ലാം തിന്മകളാണ്. ആലോചിക്കണം. ഇതൊക്കെ എന്റെ റബ്ബിന്റെ, ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, അന്നെങ്ങാനും അത്തരത്തിലുള്ള ഒരു സന്ദർഭത്തിലെങ്ങാനും നാം ഈ ലോകത്തോട് യാത്ര പറയേണ്ടി വന്നാൽ എന്തൊരു ദുരവസ്ഥയായിരിക്കും. എത്രയെത്ര മരണങ്ങൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, എത്രയെത്ര യാത്ര പറച്ചിലുകൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. സൂഖുൽ ഖാത്തിമയുടെ ഏറ്റവും മോശമായ അന്ത്യത്തിന്റെ ലക്ഷണമായിക്കൊണ്ട് ഇസ്ലാം വളരെ കൃത്യമായിക്കൊണ്ട് അത്തരം വിഷയങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിക്കേണ്ടത്, ഇവിടെ നിന്ന് എനിക്ക് മരിച്ചു പോകണം, ഇവിടെ ഇങ്ങനെ ആഘോഷിച്ച് സന്തോഷിച്ച് തോന്നിവാസങ്ങൾ പ്രവർത്തിച്ച് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് ചെയ്ത് ഇങ്ങനെ എന്റെ ജീവിതം തീർക്കുകയല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖബറിന്റെ സമീപത്തിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ താടിരോമങ്ങളിലൂടെയൊക്കെ ചാലിട്ടൊഴുകുന്നുണ്ട് കണ്ണുനീര്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഇഖ്വാനി, എന്റെ സഹോദരങ്ങളെ, ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കൊക്കെ വരാനുണ്ട്. നിങ്ങളെ കുളിപ്പിച്ച്, നിങ്ങളെ കഫൻ ചെയ്ത്, നിങ്ങളെ ആളുകൾ ചുമലിലേറ്റിക്കൊണ്ട് ഈ ശ്മശാനത്തിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് അവിടെ കുഴിയെടുത്ത് ആ കുഴിയിലേക്ക് നിങ്ങളെ താഴ്ത്തി വെച്ച് മണ്ണിട്ട് മൂടി അതിന്റെ എല്ലാ ചെറു സുഷിരങ്ങൾ പോലും അടച്ച് നിങ്ങളുടെ കുടുംബക്കാർ, നിങ്ങളുടെ കൂട്ടുകാർ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ നാട്ടുകാർ അവരൊക്കെ നിങ്ങളോട് സലാം പറഞ്ഞ് യാത്ര പോകുന്ന ഒരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ട്. ഇതിനു വേണ്ടി നിങ്ങൾ തയ്യാറാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ചോദിക്കുന്നു, നമ്മോട് പറയുന്നു, അതിനു വേണ്ടിയിട്ടാണ് തയ്യാറാവേണ്ടത്. ഒരു വർഷം വരുമ്പോൾ അത് എങ്ങനെ ആഘോഷിക്കാമെന്നതിനപ്പുറത്ത് കഴിഞ്ഞ ദിവസങ്ങളെ കുറിച്ചിട്ടൊരു ആലോചന. എങ്ങനെയായിരുന്നു എൻ്റെ ജീവിതം? എനിക്ക് വേണ്ട രൂപത്തിൽ നന്മകൾ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ആലോചിക്കുകയും അധ്വാനിക്കുകയും വേണ്ടത് എന്നതാണ് വളരെ കൃത്യമായി കൊണ്ട് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തരത്തിലുള്ള വചനങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് അതാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഇദാ ഇർതഹലത്തിദ് ദുനിയാ മുദ്ബിറതൻ വർതഹലത്തിൽ ആഖിറതു മുഖ്ബിലതൻ. ഇതാ നമ്മുടെ മനസ്സിലുണ്ടാവത്തത്. ദുനിയാവ് ഇങ്ങനെ പോവുകയാണ്, രാത്രിയും പകലും മാറി മാറി വരുന്നത്. എനിക്ക് അല്ലാഹു നിശ്ചയിച്ച എന്റെ ആയുസ്സിന്റെ ഓരോ ദിവസങ്ങളാണ്. അത് ആഴ്ചകളായിട്ട്, അത് മാസങ്ങളായിട്ട്, വർഷങ്ങളായിട്ട് എന്റെ ആയുസ്സാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാലോ വൽ ആഖിറത്തു മുഖ്ബില, അതാ മരണം എന്നോട് അടുക്കുന്നുണ്ട്.
പരലോകത്തോട് ഞാനിതാ സമീപസ്ഥനായിക്കൊണ്ടിരിക്കുകയാണ്. വലിക്കുല്ലി വാഹിദത്തിൻ മിൻഹുമാ ബനൂൻ. എന്നാൽ ഈ രണ്ട് വിഭാഗത്തിനും ദുനിയാവിന്റെ ആളുകളുണ്ട്, ആഖിറത്തിന്റെ ആളുകളുണ്ട്. വഖൂനു മിൻ അബ്നാഇൽ ആഖിറ. നിങ്ങൾ ഓരോരുത്തരും ആഖിറത്തിന്റെ ആളുകളായി മാറണം. വലാ തകൂനു മിൻ അബ്നാഇദ് ദുനിയ. നശ്വരമായ നശിച്ചു പോകുന്ന ഈ ദുനിയാവിന്റെ ആളുകളായി നിങ്ങൾ മാറരുത്. കാരണം ഫഇന്നൽ യൗം, ഇന്നത്തെ ദിവസം, ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, ഈ ദിവസം അമലുൻ വലാ ഹിസാബ്. ഇവിടെ അമലുകളുടെ ലോകമാണ്, അമല് ചെയ്യാനുള്ള അവസരമാണ്, അധ്വാനിക്കാനുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളുമാണ് റബ്ബ് ഇവിടെ സൃഷ്ടിച്ചു വെച്ചത്. വലാ ഹിസാബ്, ഇവിടെ വിചാരണയില്ല. എന്തേ നിസ്കരിക്കാത്തത്, എന്തേ നോമ്പെടുക്കാത്തത്, എന്താണ് നിരീശ്വരവാദം പറയുന്നത്, എന്താണ് അള്ളാഹുവിനെ നിഷേധിക്കുന്നത്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും ഇവിടെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുണ്ടാവില്ല. ഇവിടെ നിങ്ങൾക്ക് അവസരങ്ങളാണ്. ഈ അവസരങ്ങളെ നിങ്ങൾ ആഖിറത്തിന്റെ ആളുകളായി ഉപയോഗപ്പെടുത്തണം. എന്നാൽ വവദൻ, നാളെ വരാനുണ്ട്, പരലോകം നിങ്ങളുടെ മുമ്പിലുണ്ട്. അവിടെ വല അമൽ, അവിടെ അമലില്ല, അവിടെ ഹിസാബാണ്. ഹിസാബുൻ വല അമൽ, അവിടെ ഹിസാബിന്റെ ലോകമാണ്. ആ ഹിസാബിന് വേണ്ടി തയ്യാറെടുക്കാൻ, അള്ളാഹുവിന്റെ മുമ്പിലുള്ള നൃത്തത്തെക്കുറിച്ച്, അള്ളാഹുവിന്റെ ചോദ്യങ്ങളെക്കുറിച്ച്, ആ ചോദ്യത്തിന് ഞാൻ എന്തും മറുപടി പറയുമെന്ന അവസ്ഥയെക്കുറിച്ച്, എൻ്റെ ജീവിതത്തെ ഞാൻ എങ്ങനെ ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നതിനെക്കുറിച്ച്, എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്ര നന്മകൾ ചെയ്തിട്ടുണ്ട്, എത്ര തിന്മകൾ ചെയ്തിട്ടുണ്ട് എന്ന ചിന്തകളുമായി നമ്മുടെ ഓരോ ദിവസത്തെയും കഴിച്ചുകൂട്ടാനും ഓരോ ദിവസത്തെയും യാത്രയയക്കാനും എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അതാണ് ബുദ്ധിശാലികളുടെ സൂചകമായിക്കൊണ്ട്, അടയാളമായിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും വിവേകശാലികളായ, ബുദ്ധിമാന്മാരായ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. പുതുവർഷം അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ആഘോഷിക്കാനുള്ളതല്ല, മറിച്ച് കഴിഞ്ഞ ജീവിതത്തെക്കുറിച്ചുള്ള ഗൗരവമേറിയ ചിന്തകൾക്കും വരാനുള്ള പരലോകത്തേക്കുള്ള അല്ലെങ്കിൽ മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾക്കുമുള്ളതാണ് എന്നതിനെക്കുറിച്ചാണ് നാം സൂചിപ്പിച്ചു വന്നിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു അറാബിയായ മനുഷ്യൻ റസൂലുള്ളാഹിന്റെ സമീപത്തേക്ക് വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, മൻ ഖൈറുൻ നാസ്, ആരാണ് ജനങ്ങളിൽ ഏറ്റവും ഖൈറായ ആള്? നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും ഒരു നല്ല മനുഷ്യനാവണമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ചോദ്യം അതാണ്. ഖൈറുൻ നാസ്, ജനങ്ങളിൽ ഏറ്റവും ഖൈറായ വ്യക്തി ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. ഒരുപാട് കാലം ജീവിക്കാൻ അള്ളാഹു അവധി കൊടുത്ത മനുഷ്യൻ, ദീർഘായുസ് കൊടുത്ത മനുഷ്യൻ. ദീർഘായുസ് മാത്രമല്ല, ആ മനുഷ്യൻ വഹസുന അമലുഹു, നല്ല അമലുകൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാലം ജീവിക്കുക എന്നുള്ളതല്ല പ്രധാനപ്പെട്ടത്, ആ ജീവിതം അള്ളാഹ് നൽകിയതാണെന്ന് മനസ്സിലാക്കി ആ അവസരത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്ന വ്യക്തിയാണ് ഖൈറുൻ നാസ്, ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് അങ്ങനെയാണ്, ഞാൻ ഖൈറുൻ നാസ് ആണോ എന്നതിനെക്കുറിച്ച് ആലോചിക്കണം. എൻ്റെ ഇന്നലകളിൽ എൻ്റെ നമസ്കാരങ്ങൾ, എൻ്റെ സുന്നത്ത് നമസ്കാരങ്ങൾ, എൻ്റെ അദ്കാറുകൾ, എൻ്റെ സ്വലാത്തുകൾ, എൻ്റെ ഖുർആൻ പാരായണങ്ങൾ, എൻ്റെ ഖുർആൻ പഠനങ്ങൾ, എൻ്റെ സ്വതക്കകൾ, എൻ്റെ നന്മകൾ, എൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, എൻ്റെ മാതാപിതാക്കളോടുള്ള പെരുമാറ്റങ്ങൾ, എൻ്റെ മക്കളോടുള്ള കടപ്പാടുകൾ, ഭാര്യയോടുള്ള കടപ്പാടുകൾ, ഭർത്താവിനോടുള്ള കടപ്പാടുകൾ ആലോചിക്കണം. ഖൈറുൻ നാസ് അവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം മുൻപ് ചോദിച്ചു, ഫഅയ്യുൻ നാസി ശർ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഷർറായ മോശമായ ആളുകൾ ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ത്വാല ഉംറുഹു വസാഅ അമലുഹു. നല്ലോണം ആയുസ് കിട്ടിയിട്ടുണ്ട്, 60, 70, 80, 90 ജീവിച്ചിട്ടുണ്ട്, പക്ഷേ അമലുകൾ മോശമാണ്, ഒന്നും എടുക്കാനില്ല. പരലോകത്തേക്ക് കൊണ്ടുപോകാൻ മരണത്തിന് വേണ്ടി അയാൾ തയ്യാറായിട്ടില്ല, അതിനുവേണ്ടി കൊണ്ടുപോകാൻ അയാളുടെ കയ്യിലൊന്നുമില്ല.
ബേക്കോട്ട് നോക്കുമ്പോൾ ശൂന്യതയാണ്. അവരാണ് മോശമായ ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ.